മെയ് 8 9 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്നത് പോലെ ഈ ദിവസം അത് എന്റെ ദിവസമാണ്, ഞങ്ങളുടെ ദിവസമാണ്. വീട് പണിയുടെ സകല പ്രാരാബ്ദങ്ങളും ഇറക്കി വെച്ച് ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് വൈകുന്നേരം മുതലാണ്. പക്ഷെ മനസ്സിലാണ് ഉത്സവം, ശാരീരികമായി തളർന്നിരിക്കുകയാണ്. കാലുണ്ടോ എന്ന് സംശയിച്ചത് ഞാൻ ഓർക്കുന്നു. രാവിലത്തിലൊക്കെ സിമ്പിൾ ആക്കിയപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു, വൈകുന്നേരം പൊളിക്കണം. മാതങ്കിയുടെ ചിരി നോക്ക്. വലിയ ആരവങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ലെങ്കിലും ഒരുപാട് സന്തോഷിച്ച പാലുകാച്ചൽ ദിവസത്തെ വൈകുന്നേരം. പോകാം വീഡിയോയിലേക്ക്. ദ മേക്ക് ഓവറിലെ ഗീത ചേച്ചിയും ടീമുമാണ് എനിക്ക് ഇങ്ങനൊരു മേക്ക് ഓവർ ലുക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ അപ്പിയറൻസും എല്ലാം പൊളിയാക്കി തന്നത് ഗീത ചേച്ചിയാണ്. മജന്ത ഓറഞ്ച് കോമ്പിനേഷൻ പിടിച്ചാലോ എന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചിരുന്നു. ഒരു വൈറ്റ് നല്ലൊരു മെറ്റീരിയൽ എടുത്ത് അതിനെ ഡൈ ചെയ്താണ് ഞാൻ ആവശ്യപ്പെട്ട ഈ ഒരു കളറിലേക്ക് മാറ്റിയത്. അപ്പോൾ ഏത് തന്നെ മെറ്റീരിയൽ ആണെങ്കിലും എന്ത് തന്നെ കളർ നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഡൈ ചെയ്ത് അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യം ദ മേക്ക് ഓവറിലുണ്ട്. ഞാൻ മാത്രമല്ല ഇന്ന് മേക്ക് ഓവർ ചെയ്യുന്നത് എൻ്റെ 2 മക്കളും കൂടെയാണ്. നമുക്കെപ്പോഴും നമ്മുടെ ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളും അതിനേക്കാളും സുന്ദരിമാരായിരിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പ്രൗഡ് ഫീൽ കിട്ടിയ ദിവസം കൂടിയാണ്. പ്രത്യേകിച്ചും ഇളയ മോളുടെ ഉടുപ്പ് നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ തണ്ണിപ്പാപ്പയുടെ ഹെയർ സ്റ്റൈലിങ്ങും മേക്കപ്പും ഗംഭീരമായിട്ടുണ്ട് എന്നും പറഞ്ഞു. തത്തിപ്പൊത്തി സ്റ്റെപ്പ് ഇറങ്ങുന്നത് കാണാനും കറങ്ങുന്നത് കാണാനും എന്ത് ഭംഗിയായിരുന്നെന്നോ. വീടിന് ഉൾവശമാണ് ഇപ്പോഴും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം. ഒരു ഹോം ടൂർ വീഡിയോ ആണോ പ്രതീക്ഷിക്കുന്നത്? വീടിന്റെ വീഡിയോ ആയി അടുത്ത് വരാനിരിക്കുന്ന വീഡിയോ ഹോം ടൂർ വീഡിയോ ആക്കാൻ ശ്രമിക്കുന്നതാണ്. സാധാരണ ഫാമിലി ഫംഗ്ഷനിൽ ലേറ്റായി ഒരുങ്ങി റെഡിയായി എത്തുന്ന ആളാണ് ഞാൻ. ഇപ്രാവശ്യം ഞാനാണ് ആദ്യം റെഡിയായത് കേട്ടോ. അടുത്ത സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും മാത്രം പങ്കെടുത്തൊരു ചടങ്ങാണ്. റേഡിയോ ജീവിതത്തിലെ ആദ്യകാല പരിചയങ്ങൾക്കും ബന്ധങ്ങൾക്കും കുറച്ചധികം വില കൊടുക്കുന്ന ആളാണ് ഞാൻ. ചില പൊസിഷനുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതേ അതിലിരിക്കുന്ന വ്യക്തിയുടെ മേന്മ കൊണ്ടുകൂടിയാണ്. ഇതിന്റെ വരുൺ സാറും എന്റെ പ്രിയ സുഹൃത്ത് വിഷ്ണുവാണ്. എന്റെ റേഡിയോ കരിയറിൽ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വരുൺ സർ. ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എന്റെ വീടിന്റെ ആർക്കിടെക്ട് ആണ്. പലരും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ആരാണ് ആർക്കിടെക്ട്, ആരാണ് പ്ലാൻ വരച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രെഡിറ്റ് ഫുള്ളും കൊണ്ടുപോകുന്ന S2 ഹോം സ്റ്റുഡിയോസ് ആണ്. നമ്മുടെ സനോജേട്ടനാണ്. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാജകുമാരി ടെക്സ്റ്റൈൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നാദർശ ചേട്ടനും വൈഫും മക്കളും വീട് പാലുകാച്ചിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള, ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നല്ല ഭക്ഷണമായിരുന്നെന്ന് പലരും അഭിപ്രായം പറഞ്ഞിരുന്നു. ഭക്ഷണത്തിന്റെ ക്വാളിറ്റി എന്ത് ചടങ്ങ് നടന്നാലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കാറുണ്ട്. പാലുകാച്ച ചടങ്ങിൽ ഒരാളെ കണ്ടപ്പോഴാണ് ഹൃദയം നിറഞ്ഞ സന്തോഷം കൊണ്ടും നന്ദി കൊണ്ടും കരഞ്ഞു പോയത്. അത് ആന്റിയെ കണ്ടപ്പോഴാണ്. ഇത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വാടക വീടിന്റെ ഓണറാണ്. അമ്മയെ പോലെ തന്നെ എനിക്ക് സ്നേഹമുള്ള ഒരാളാണ്. ടീച്ചർ ആന്റി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചില വീടുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ രാശിയുള്ള വീട് എന്ന് നമുക്ക് തോന്നാറില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു വീടാണ് ആന്റിയുടെ വീട്. എൻ്റെ ജീവിതത്തിലെ സകല മാറ്റങ്ങളും നല്ല മാറ്റങ്ങളും സംഭവിച്ച സ്ഥലമാണ്. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതും വാഹനം എടുത്തതും ഈ വീട് പോലും സംഭവിച്ചത്, അതിന് ഊർജ്ജം തന്നത് ആ വീടാണ്. മുമ്പ് വീഡിയോസിൽ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിൻ്റെ ജിമ്മിലെ ഫ്രണ്ട്സാണ്. ജിമ്മിലൊക്കെ പോയ കാലം മറന്നു. വീട് പണിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് ജിമ്മിൽ പോകാറേ ഇല്ല. അതെന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ശരിയാണ്, എല്ലാം തിരിച്ചു പിടിക്കണം. ഇതെൻ്റെ റെഡ് എഫ്എമ്മിലെ ഫ്രണ്ട്സാണേ. പ്രവീൺ ചേട്ടൻ്റെ പാട്ടും ഞങ്ങളുടെ ഡാൻസും ഒക്കെ ആയപ്പോഴാണ് പ്രോഗ്രാം ഒന്ന് കൊഴുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. രസകരമായ അതിനൊരു പര്യവസാനം സംഭവിച്ചത് അങ്ങനെയാണ്. വീടിൻ്റെതായി പുറത്തു വരുന്ന അടുത്ത വീഡിയോ മിക്കവാറും ഹോം ടൂർ വീഡിയോ തന്നെയായിരിക്കും. തീർച്ചയായും കാത്തിരിക്കണം. താങ്ക് യു. ബൈ.